സ്വർണ്ണവില തട്ടിപ്പിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വരുമ്പോൾ പ്രതി അനന്തു കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന യുവതി ആര് എന്ന ചോദ്യം ശക്തമാവുകയാണ്. മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റിൽ പ്രതി ഒരു യുവതിക്കൊപ്പം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തട്ടിപ്പിൽ അനന്തു കൃഷ്ണനൊപ്പം ഈ യുവതിക്കും പങ്കുണ്ടെന്ന ആരോപണം ശക്തമാണ്. അനന്തു കൃഷ്ണനൊപ്പം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യുവതിയെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇയാളുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് യുവതി എന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പോലീസിന് യുവതിയുടെ ദൃശ്യങ്ങൾ കൈമാറിയിരുന്നുവെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി ന്യൂസ് 18 പറഞ്ഞു. അനന്തു കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഷീസ് എ ലേഡി. ഓക്കെ, ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റ് വന്നതിന് TV-യിലും മറ്റും വാർത്തകളായതിന് ആദ്യതിൻ്റെ പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ലേഡി അനന്തകൃഷ്ണനോടൊപ്പം ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വി ആർ ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് പാർട്ട്ണർ, ഭാര്യയായിരിക്കുമെന്നാണ് കരുതിയത്. ആ ലേഡി ഷീ ലുക്ക് വെരി അഫ്ലുവൻ്റ് ഓൾസോ. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 to 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ആ പണം അദ്ദേഹം പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിനറിയാം ഈ കേസൊക്കെ നടത്തിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കേസിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നും കേസ് മുഴുവൻ നടത്താനുള്ള എക്സ്പെൻസ് എത്ര ആയിരിക്കുമെന്നും. അപ്പോഴും വീണ്ടും എക്സസ് മണി ഉണ്ടാകും. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു നല്ല സോഴ്സ് ഈ ലേഡി ആയിരിക്കുമെന്ന് പോലീസിനോട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻ ദ മൂവാറ്റുപുഴ കേസ് വാട്ട് ഹി ടോൾഡ് മീ, അത് ഈ ലേഡി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, വാസ് നോട്ട് അക്കൗണ്ടൻറ്റ്. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം. എന്തുകൊണ്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുന്നില്ല? ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളതുപോലെ തോന്നുന്നു. കാരണം കേരളത്തിലെടുത്ത 20ഓളം FIRകളിലൊക്കെ തന്നെ 20 കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ FIRലും കുടുംബശ്രീയിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ, ആക്ച്വലി അവരവരുടെ ട്രാപ്പിൽപ്പെട്ട ഏജൻസാണ്. അവരെ എല്ലാം ഒന്നിട ഒഴിവാതെ പ്രതികളാക്കുന്നു. പക്ഷേ ഈ ലേഡിയെ പ്രതിയാക്കിയിട്ടില്ല. ഈ ലേഡിയെ പ്രതിയാക്കുകയോ ഇവരുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പോലീസിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുന്നൊരു ഭാഗത്തിലേക്ക് ഇവർ എത്താൻ പോകുന്നില്ല. മറ്റൊന്ന്, ബഡ്സ് ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കേസ് വന്നിട്ട് പോലും ബഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി മുഴുവൻ സീസ് ചെയ്യാനും 10 വർഷം തടവ് കിട്ടുന്നതും സെഷൻസ് ഒഫൻസ് ആകേണ്ടതുമായ ഒരു കുറ്റകൃത്യത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ട്രയൽ നടത്തുന്ന വെറും ഒരു ചീറ്റിംഗ് കേസായി മാത്രം ഇത്രയും ദിവസമായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ സംശയമാണ്. പണം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ ലേഡിയുടെ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റാഫ് വന്നപ്പോഴിൽ നിന്നാണ് അവരുടെ പേര് ദർശന ഉണ്ണീന്നോ മറ്റോ ആണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അയൽവാസിയും അഭിഭാഷകനുമായ എ രാജസിംഹൻ ന്യൂസ് 18 പറയുന്നതനുസരിച്ച് ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള
പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളടക്കം പ്രതി ചേർക്കപ്പെടുമ്പോൾ ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരാളെപ്പറ്റി വിവരങ്ങൾ കൊടുത്തിട്ടും പോലീസ് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫ് ഈ കേസിനുള്ളൂ. അത് കഴിയുമ്പോൾ ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിന് വേണ്ട. കാരണം ഇതിൽ ഉൾപ്പെട്ട പരാതിക്കാർ, വിക്ടിംസ് ആരും തന്നെ സമൂഹത്തിൽ ഉന്നത ശേഷിയുള്ളവരോ ഇൻഫ്ലുവൻസ് ഉള്ളവരോ കേസ് മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള പ്രാബല്യമോ പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ അതിനുള്ള സോഴ്സുള്ള ആളുകളല്ല. വെറും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കേസുകൾക്കൊക്കെ സോളാർ കേസിലെ വിക്ടിംസിന് എത്ര നീതി കിട്ടിയോ അതിനേക്കാളും വലിയ ദുരവസ്ഥയിലായിരിക്കും. പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്തേക്കൊന്നും കേസ് എത്താനും പോകുന്നില്ല. മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻസിനും ഈ കേസിൻ്റെ ആവശ്യമില്ല. ഇതാർക്കും ഇതിൽ ആവശ്യമുള്ളൊരു കേസല്ല. കുറച്ച് കഴിയുമ്പോൾ കേസെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പര്യവസാനിക്കാനുള്ള വലിയൊരു സാഹചര്യം ഇതിൽ കാണുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ കേസിന് ഉണ്ടാവാൻ പോകുന്ന ഒരു സ്വാഭാവിക പരിണിതി, ഇത്ര വലിയ തട്ടിപ്പ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്വാഭാവികമായ അതിൻ്റെ ഒരു എന്താവുമെന്ന് മുൻകൂട്ടി പറയുകയാണ് അഡ്വക്കേറ്റ് രാജസിംഹൻ. വളരെ ശരിയാണ്. കാരണം ഇത്രയേറെ നിർണായകമായ വിവരങ്ങൾ ഈ ഫ്ലാറ്റ് അസോസിയേഷൻ കൈമാറിയിട്ടും പോലീസ് അതിലേക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്നതാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോയി, എന്ത് ചെയ്തു എന്ന് വരെ അറിയാവുന്ന ഒരാൾ, ഒപ്പം ജീവിച്ചിരുന്ന ഒരാൾ. എന്താണ് ഇതിന് അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിശദീകരണം, അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇതിൽ പറയാനുണ്ടോ? ഈ ഫ്ലാറ്റ് അസോസിയേഷൻ ഈ അനന്തു കൃഷ്ണയെയും കൂടെ താമസിച്ചിരുന്ന സ്ത്രീയെയും കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശ്രീ അനന്തു കൃഷ്ണൻ ചെറിയൊരു മീനല്ല എന്ന് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. ഇതിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ആ പേരുകളൊക്കെ പിൻവലിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് മാറ്റി പറയുന്ന ഒരു സാഹചര്യം. ഇതിൽ വളരെ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തു കൃഷ്ണൻ എന്ന 27-കാരന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഉന്നതരുടെ ഇടപെടൽ ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന, അതായത് അനന്തു കൃഷ്ണൻ മറൈൻ ഡ്രൈവിൽ താമസിച്ചിരുന്ന അശോക അപ്പാർട്ട്മെന്റിൽ അനന്തു കൃഷ്ണനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് അവർക്കാർക്കും അറിയില്ല. ആ പെൺകുട്ടി അവരോട് ആരോടും സംസാരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ജിമ്മിൽ വരും, മറ്റ് അവിടെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം തന്നെ ഈ പെൺകുട്ടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അനന്തു കൃഷ്ണനെതിരെ കേസ് വരുന്നു. അനന്തു കൃഷ്ണൻ ജയിലിലാകുന്ന സാഹചര്യത്തിലാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിലെ CCTV അടക്കം ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനിലുള്ള ഭാരവാഹികൾ പോലീസിന് കൈമാറുന്നു. അവർക്ക് അനന്തു കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ലാലി വിൻസൻ അവിടെ വരുമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അസോസിയേഷനിലുള്ള ആളുകളായിരുന്നു. അതിനുശേഷമാണ് ഇവർ ലാലി വിൻസനോട് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അനന്തു കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവർ കരുതിയിരുന്നത് അനന്തു കൃഷ്ണന്റെ ഭാര്യ എന്നായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അനന്തു കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി അക്കൗണ്ടന്റ് ആണെന്ന്. അക്കൗണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായും ഈ പണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ എന്നുള്ളൊരു കാര്യം ഈ അസോസിയേഷൻ സെക്രട്ടറിയും ഒപ്പം അഭിഭാഷകനും കൂടി ആയിട്ടുള്ള വ്യക്തി പോലീസിനോട്, ഈ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് ഒപ്പം ഈ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളടക്കം കൈമാറുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പോലീസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടന്റ് അല്ല, കോൺഫിഡൻഷ്യൽ പേഴ്സൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഈ അനന്തു കൃഷ്ണൻ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തു കൃഷ്ണൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, അനന്തു കൃഷ്ണന്റെ ഇടപാടുകൾ ഏതൊക്കെയാണ്, ആരിൽ നിന്നൊക്കെയാണ് പണം കൈപ്പറ്റിയത്, ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടി കൂടിയായിരിക്കും ഇത്.